ശ്രീജിത്ത് കുളപ്പുറം രാമനാട്ടുകര മണ്ഡലം ജനറൽ സെക്രട്ടറി, രാജേഷ് പൊന്നാട്ടിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ്, സത്യവതി ടീച്ചർ സെക്രട്ടറി രാമനാട്ടുകര, സി സാബുലാൽ വൈസ് പ്രസിഡന്റ് ബേപ്പൂർ, കാളക്കണ്ടി ബാലൻ BJP ജില്ലാ കമ്മിറ്റി അംഗം, ആനന്ദവല്ലി പി മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി, വിനോദ് കപ്പുറത്ത് കൗൺസിലർ ഫറോക്ക് മുനിസിപ്പാലിറ്റി, പ്രബീഷ് ET BJP ബേപ്പൂർ ഏരിയ പ്രസിഡന്റ്, സുനീഷ് ഏരിയ സെക്രട്ടറി, സുനീവ് ഏരിയ ജനറൽ സെക്രട്ടറി, ദേവരാജൻ ഏരിയ വൈസ് പ്രസിഡന്റ്, ശശികുമാർ, അശോകൻ, മണി, K വിവേകാനന്ദൻ, കടലുണ്ടി, OK രാജീവ്, രജിൻ ദാസ്, KV വിജയൻ, മുരളി കക്കാടത്ത് അരക്കണർ ഏരിയ ജനറൽ സെക്രട്ടറി, സുമിഷ വിഷ്ണു നല്ലളം ഏരിയ വൈസ് പ്രസിഡന്റ്, ബിജു എടക്കാട് മണ്ണൂർ ഏരിയ വൈസ് പ്രസിഡന്റ്, പ്രജീഷ് അരീക്കാട് OBC മോർച്ചയ്ക്ക് വേണ്ടി, വേലായുധൻ മഹിളാ മോർച്ച ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് വിന്ധ്യ സുനിൽ, SC മോർച്ച സബീഷ് ലാൽ T, ന്യൂനപക്ഷ മോർച്ച അബ്ദുൽ മൻസൂർ AV, യുവമോർച്ച സൂരജ് AK, കർഷക മോർച്ച ശ്രീധർമ്മൻ, രജിത P മഹിളാ മോർച്ച, വിജയൻ SC മോർച്ച, സജിത് ബേപ്പൂർ, ശിബിരാജ്, രാമകൃഷ്ണൻ, സജീഷ് മനയത്ത്, ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന് വേണ്ടി ശിവദാസൻ കരിച്ചാലി, ഭാരതീയ ജനതാ പാർട്ടിയുടെ കുന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് സുധീർ കുന്നമംഗലം, പ്രേമാനന്ദൻ, സതീഷ് കുന്നത്ത്, പ്രതാപൻ വാഴയിൽ, മുക്കം മണ്ഡലത്തിന് വേണ്ടി ജയപ്രകാശ്, ജാഥാ നായകൻ നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ് ജി, ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ FT രമേശ് അവർകൾ, വേദിയിലെ സമുന്നതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമസ്കാരം. കഴിഞ്ഞ 4 ദിവസമായി കോഴിക്കോട് ജില്ലയിലെ തീരദേശത്ത് കൂടെ നടത്തിയിട്ടുള്ള ഈ തീരദേശ പദയാത്രയ്ക്ക് ഇന്ന് ഈ ബേപ്പൂരിന്റെ മണ്ണിൽ സമാപനം കുറിക്കുകയാണ്. ഇന്നിപ്പോൾ വളരെ വൈകിയാണ്, 7-8 കിലോമീറ്റർ നടക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ പതിറ്റാണ്ടുകളായി കടലോരത്തെ ജനതയോട് കടുത്ത അവഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവർക്ക് ശുദ്ധജല പദ്ധതിയില്ല, വീട് വെക്കാനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതിയില്ല.
എന്തിന് ഏറ്റവും ഒടുവിൽ 2019 പാസാക്കിയിട്ടുള്ള തീരദേശ നിയന്ത്രണ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ പോലും അവർക്ക് ലഭിക്കുന്നില്ല. പല സ്ഥലത്തും അവരെ കുടിയൊഴിപ്പിച്ച് തനതായിട്ടുള്ള സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കടലോര മേഖലയിലെ പ്രത്യേകിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട്, അവരുടെ ഉപജീവന മാർഗം നിലനിർത്തിക്കൊണ്ട്, അവരുടെ ജീവിത ഉപാധികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി നിലപാട് സ്വീകരിക്കണം. ഭാരതീയ ജനതാ പാർട്ടി ഈ കടലോര ജനതയോടൊപ്പം മത്സ്യപ്രവർത്തകന്മാരോടൊപ്പം അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് അവരോടൊപ്പം നിലകൊള്ളാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തരത്തിലുള്ള യാത്രകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് വടകര കുരിയാടി മുതൽ ഈ ബേപ്പൂര് വരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അരയ സമാജത്തിന്റെ ഈ മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസത ആർജിച്ചെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്, ഈ യാത്രക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കൃതാർത്ഥതയോടുകൂടിയാണ് ഈ ജാഥ ഇന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇന്ന് ഏറ്റവും ഉദ്ഘാടകൻ ശ്രീ പി കെ കൃഷ്ണദാസിയോടൊപ്പം തന്നെ നമുക്കൊരു വിശിഷ്ട അതിഥി ഇപ്പൊ ഈ സ്ഥലത്ത്, നമ്മുടെ ഇന്നത്തെ ഈ പദയാത്ര ആരംഭിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എല്ലാവരും വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി കാത്തിരിക്കുന്ന ശ്രീ സുരേഷ് ഗോപി ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നു. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ പദയാത്ര ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ബാനർ പിടിച്ചുകൊണ്ട് നമ്മുടെ പദയാത്രയ്ക്കുമുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടതാണ്. എല്ലാവരും ഈ യാത്രയുടെ വരിയിൽ എല്ലാവരും നിൽക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. ഈ ലൈവിന്റെ ഫോൺ കയ്യിലെടുക്കുക. ലൈവിന്റെ ഫോണെങ്കിൽ മറ്റേ സ്റ്റാൻഡിൽ വേണ്ട, ഈ കയ്യിലെടുത്തോ. ഈ വീഡിയോ എടുക്കുക. അത് എങ്ങനെ ഓവറെ ചെയ്തിട്ടില്ല, ആ വ്യൂ മാത്രം, ഓരോ വ്യൂ മാത്രം. ആ റഷ്യ ആംഗിൾ കറക്റ്റായി നല്ല മണി ഇതിൽ ഇറങ്ങാം. കട്ടിയില്ലേ കട്ടെ, ലൈവ് പോയിക്കോട്ടെ, ലൈവ് പോട്ടെ, വീണ്ടും സെക്കൻഡ് ലൈവ് ആയി പോകും. അതുകൊണ്ടാണ് ഇത് ആംഗിൾ ഇങ്ങോട്ട് മാറ്റി.
ഈ ബാനറിന്റെ പിന്നിലായിട്ട് അണിനിരക്കേണ്ടതാണ്. മുഴുവൻ പ്രവർത്തകരും ഈ ബാനറിന്റെ പിന്നിൽ അണിനിരക്കേണ്ടതാണ്. നമ്മുടെ ഹലോ ശ്രദ്ധിക്കുക. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പദയാത്ര ഇവിടെ നിന്ന് നീങ്ങുകയാണ്. പദയാത്രയ്ക്ക് മുമ്പിലായിട്ടുള്ള ആ ബാനറിന് പുറകിലായി മുഴുവൻ പ്രവർത്തകരും തന്നെ അണിനിരക്കേണ്ടതാണ്. ഈ പരിപാടിയിലേക്ക് മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ സുരേഷ് ഗോപി ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. അഭ്രപാളികളിലെ അത്ഭുത പ്രതിഭയായിട്ടുള്ള മലയാളത്തിന്റെ മഹാനടൻ, കേരളക്കരയുടെ അഭിമാനമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, മുഴുവൻ പ്രവർത്തകരും ഈ പദയാത്രയ്ക്ക് പുറകിൽ അണിനിരന്നുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഈ പദയാത്ര ഒരു മഹാസംഭവമാക്കിക്കൊണ്ട് പങ്കാളിത്തം വഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അയാളായതുകൊണ്ട് സംശയമാണല്ലേ? രമേശേട്ടൻ അയാളായതുകൊണ്ട് സംശയം വരും. ഞാനൊരിക്കലും പൈസ പോയതാണ്.
ഒരു